നമസ്കാരം. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയമാണോ പരാജയമാണോ? ഇതിൻ്റെ വിജയത്തിലും പരാജയത്തിലും ഫിസിയോതെറാപ്പിയുടെ നിർണായക പങ്ക് എന്ത്? തുടങ്ങിയ സംശയങ്ങൾ ഉള്ള പരിഹാരം നമുക്ക് ഈ വീഡിയോയിൽ കാണാം. എന്താണ് മുട്ട് തേയ്മാനം? എന്താണ് തേയുന്നത്? അല്ലെങ്കിൽ എന്താണ് പ്രായമായവർക്ക് കാണുന്ന സന്ധിവാതം അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് തുടങ്ങിയ ഈ വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലിടാം. എങ്കിലും ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയാം. ശരിക്കും എന്താണ് നമ്മുടെ മുട്ടിൽ തേയുന്നത്? പലരും ധരിക്കുന്ന പോലെ നമ്മുടെ മുട്ടിൽ ചിരട്ടയല്ല തേയുന്നത്. എന്നാൽ അസ്ഥികളാണെന്ന് ചോദിച്ചാൽ അതുമല്ല തേയുന്നത്. നമ്മളുടെ തുടയല് അല്ലെങ്കിൽ ഫീമർ എന്ന് പറയുന്നത് തുടയലിലും മുട്ടിന് താഴോട്ടുള്ള ടിബിയ എന്ന് പറയുന്നത് രണ്ട് അസ്ഥികളിൽ പ്രധാനപ്പെട്ട വലിയ അസ്ഥിയായിട്ടുള്ള ടിബിയയുടെ രണ്ട് അസ്ഥികളിലും കൂട്ടി ഉരസായിരിക്കാൻ വേണ്ടി ഇടയിലൊരു തരുണാസ്ഥിയുണ്ട്, ഒരു കാർട്ടിലേജ്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഈ കാർട്ടിലേജ് അല്ലെങ്കിൽ ഈ തരുണാസ്ഥി തേഞ്ഞു കഴിഞ്ഞ് ആ ജോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള ജോയിൻറ്റ് സ്പേസ് ഇല്ലാതാവും. സ്പേസ് ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് മുട്ട് മടക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിവർത്താൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കയറുമ്പം വേദന, ഇറങ്ങുമ്പം വേദന, നടക്കുമ്പം വേദന, ഭാരം കാലെ കൊള്ളുമ്പോഴൊക്കെ നമുക്ക് വേദന. ഇതാണ് നമുക്ക് മുട്ട് തേയ്മാനം ശരിക്കും സംഭവിക്കുന്നത്. ഇതാണ് മുട്ട് തേയ്മാനം. എന്താണ് മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ? ഒരു വിശദമായ ടോപ്പിക്കാണ്. അത് ശരിക്കും ഓർത്തോപീഡിക് ഭാഗത്ത് വരുന്നതുമാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങളുടെ പലരും ധരിക്കുന്ന പോലെ ചിരട്ടയെടുത്ത് മാറ്റി വയ്ക്കുക അങ്ങനെയൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ രണ്ട് അസ്ഥികൾക്കിടയിലുള്ള തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് തേഞ്ഞു പോയി കഴിയുമ്പോൾ ആ തേഞ്ഞ രണ്ട് ഭാഗം, അത് നമ്മുടെ തുടയലിൻ്റെ തേഞ്ഞ ഭാഗവും കാർട്ടിലേജിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ടിബിയയുടെ മണ്ടവശത്തെ ഭാഗവും രണ്ടും മുറിച്ചു മാറ്റിയതിന് ശേഷം അവിടെ നമ്മൾ ഇംപ്ലാന്റ് വെക്കുകയാണ്. ഇതാണ് നമ്മൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സർജറി. എപ്പോഴാണ് മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ അല്ലെങ്കിൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ആർക്കാണ്? നമ്മൾ സാധാരണ മുട്ടുവേദന വന്നു, അല്ലെങ്കിൽ തേയ്മാനം വന്നു, അല്ലെങ്കിൽ ചെറിയ ശബ്ദം കേട്ടു ഉടനെ നമ്മൾ മുട്ട് മാറ്റി വയ്ക്കാറില്ല. പക്ഷേ നമ്മളുടെ എല്ലാ ഭാരം കൊള്ളുന്ന മൂമെൻറ്റ്സിലും, നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ ഇറങ്ങുമ്പോഴോ തീരെ അസഹനീയമായ വേദന, അതുപോലെ മുട്ട് വെളിയിലേക്ക് ഇങ്ങനെ ബോയിൽ ചെയ്യും. വാരസ് എന്ന് പറയും. വാരസ് ഡിഫോമിറ്റി ഒരു 15 ഡിഗ്രിക്കും താഴെയാണെങ്കിൽ, കൂടുതലാണെങ്കിൽ ചെയ്യില്ല. അങ്ങനെ ആ വാരസ് ഡിഫോമിറ്റി, ഫ്ലെക്ഷൻ കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഫ്ലെക്ഷൻ ഡിഫോമിറ്റി, ഇതുപോലുള്ള മുട്ട് വരുന്ന ഈ ഡിഫോമിറ്റീസ് കൊണ്ടും, അല്ലെങ്കിൽ നമുക്ക് ഒരു പേഷ്യൻറ്റിന് മടങ്ങിയിരിക്കുക, കാല് നിവരുന്നതിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. വർഷങ്ങളിൽ വീൽ ചെയറിലിരിക്കും, അവർക്ക് മുട്ട് നൂർക്കാൻ പറ്റും, നൂർന്നാലും നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഈ കൺട്രാക്റ്റേഴ്സ് വന്ന് ഇതുപോലെ നമുക്ക് നമ്മുടെ മുട്ടിൻ്റെ ചലനം തീരെ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ചലിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അസഹനീയമായ വേദനയാണ് എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ശരിക്കും മുട്ട് മാറ്റിവെക്കൽ ഓപ്പറേഷന് വേണ്ടിയുള്ള ഇൻഡിക്കേഷൻ. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒരു വിജയമാണോ പരാജയമാണോ? ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന വലിയ സംശയമാണ്. ഇവിടെയാണ് ശരിക്കും ഫിസിയോതെറാപ്പിയുടെ നിർണായകമായ പങ്ക് വരുന്നത്. മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മുൻപും ഓപ്പറേഷന് ശേഷവും ഒരുപോലെ മുഖ്യമായൊരു പങ്ക് വഹിക്കുന്ന ഫിസിയോതെറാപ്പിക്കുണ്ട്. ഇതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ പല പേഷ്യൻസും നമ്മൾ ഓടിച്ചാടി നടക്കുന്ന ഒരാളുടെ മുട്ടൊരിക്കലും മാറ്റി വയ്ക്കാറില്ല. പക്ഷേ നമ്മൾ തീരെ വയ്യാത്തൊരു വ്യക്തി, ചിലപ്പം കാലങ്ങളായി നടക്കാൻ തന്നെ വയ്യാതെ ഇരിപ്പിലായ വ്യക്തികളായിരിക്കാം. അപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഇവരുടെ പേശികളുടെ ബലം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം ശസ്ത്രക്രിയ നമ്മൾ ചെയ്യാൻ. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നടക്കാതിരിക്കുന്ന ഒരു പേഷ്യൻ്റ് ഓൾറെഡി തന്നെ അവരുടെ പേശികൾക്ക് ബലം കാണത്തില്ല. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സ്വാഭാവികമായിട്ടും ആ സ്റ്റിച്ചും മുറിവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നുകൂടി വേദനയും ഒക്കെ കാണും. ആ സമയത്ത് കുറച്ച് വരുന്നില്ല, ചെറിയ വേദന. പക്ഷേ ഈ ബലമില്ലാത്ത പേശികൾ ബലപ്പെടുത്താതാണ് നമ്മൾ നേരെ ഓപ്പറേഷനിലേക്ക് പോകുന്നതെങ്കിൽ അവർക്ക് ഒട്ടും തന്നെ നമുക്ക് നടക്കാൻ കഴിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അങ്ങനത്തെ കംപ്ലീറ്റ് ആയിട്ട് ബെഡ്ഡനായിട്ടോ അല്ലെങ്കിൽ ഇരിക്കുന്ന പേഷ്യൻസോ തീരെ ഉപയോഗിക്കാതെ പറ്റാത്ത, അല്ലെങ്കിൽ കൺട്രാക്റ്റേഴ്സിൽ ഇങ്ങനെ വളഞ്ഞോ മുന്നോട്ട് വളഞ്ഞോ ഒക്കെ ഇരിക്കുന്ന പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരുടെ പേശികൾക്ക് ബലം കാണില്ല. ആ പേശികൾക്ക് ബലപ്പെടുത്തിയതിന് ശേഷം, അതായത് നമ്മൾ പ്രീ ഓപ്പറേറ്റീവായിട്ടുള്ള ഫിസിയോതെറാപ്പി കൊടുത്തതിന്, എക്സസൈസുകൾ വ്യായാമങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ അവർ സർജറി ചെയ്യാവൂ. അല്ലാത്ത പക്ഷം ആ സർജറി പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതിൽ ബലമില്ലാത്ത കാലുകളാണ്. സർജറി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് 10-15 ദിവസം എടുക്കും നമുക്ക് വൂണ്ടൊക്കെ ഹീലായി വരാൻ. ആ സമയത്ത് ബലമില്ലാത്ത അവസ്ഥയിൽ ഈ വൂണ്ടിനും കൂടെ ആകുമ്പോൾ ഒട്ടും തന്നെ അവർ ചെയ്യാൻ തയ്യാറാവില്ല. നേരെ മറിച്ച് ഇത് ബലപ്പെടുത്തിയ ശേഷമാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നെങ്കിൽ ഒരു സംശയം വേണ്ട, ഓപ്പറേഷൻ്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം.
കാരണം അവിടെയാണ് ഫിസിയോതെറാപ്പിയുടെ രണ്ടാമത്തെ ഭാഗം വരുന്നത്. സർജറിക്ക് ശേഷവും ഫിസിയോതെറാപ്പി നിർബന്ധമായും ചെയ്യണം. കാരണം മുട്ട് മാറ്റി വെച്ചു എന്ന് പറയുന്ന കാര്യമില്ല. ആ വൂണ്ട് തുടങ്ങുമ്പോൾ തൊട്ട് ഫിസിയോതെറാപ്പി അതിനോടൊപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൃത്യമായിട്ട് ഉള്ള ആ പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറിപ്പോയ ഒരു 15 ദിവസം തൊട്ട് 20 ദിവസത്തിനുള്ളിൽ തന്നെ പേഷ്യൻറ്റ് സുഗമമായിട്ട് നല്ല വോക്കറില്ലാതെ വെയിറ്റ് ബെയർ ചെയ്ത് നടക്കാൻ സാധിക്കും. കാരണം മുട്ട് മാറ്റി വെച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ മുട്ട് ആ പഴയ മുട്ടയല്ല, ചെറുപ്പക്കാരെ പോലുള്ള മുട്ടാണ്, നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്ന മുട്ടാണ്. അപ്പം ഞങ്ങൾ പലപ്പോഴും ഡോക്ടർമാരും ഞങ്ങളൊക്കെ പറയാറുണ്ട്. കാരണം പ്രായമുള്ളവരാണെങ്കിൽ പോലും മുട്ടിന് പഴയ ചെറുപ്പക്കാരുടെ ബലം കിട്ടിക്കുമ്പോഴത്തേക്ക് തുള്ളി ചാടി ഇങ്ങനെ നടക്കും. അപ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾ താന്നിരിക്കരുത്, സ്റ്റെപ്പ് ചാടി ഇറങ്ങരുത് എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. കാരണം അതുപോലെ നമുക്ക് ഒരു സക്സസ്ഫുൾ സർജറിയാണ് നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രീ ഓപ്പറേറ്റീവായിട്ടും പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ടുള്ള ഫിസിയോതെറാപ്പി കൃത്യമായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ സർജറി 100% സക്സസ്സാണ്. യാതൊരു തർക്കവും അക്കാര്യത്തില്ല. അതുകൊണ്ട് ഇത് വിജയമാണോ പരാജയമാണോ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. 100% ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന സർജറി വിജയകരം തന്നെയാണ്. എന്താണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ? അതിൽ ഫിസിയോതെറാപ്പിയുടെ നിർണായക പങ്കും ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് വീണ്ടും കാണുന്നതിന് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. ബൈ.